വിശദമായി കടക്കുകയാണ് ഓരോ വാർത്തകളിലേക്കും നമ്മൾ. നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം തന്നെ പുലർച്ചെ വിളിച്ചറിയിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. एक हम जवाब देंगे 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सैयद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. സംഘർഷത്തിൽ ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളാണ്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ തുറന്നു. അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടിയാണ് അതിർത്തി തുറന്നത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. അക്കമിട്ട് നിരത്തുകയാണ് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിലാണ് തങ്ങൾക്ക് കോട്ടം സംഭവിച്ചത് ഇന്ത്യയുടെ പ്രഹരത്തിൽ എന്നുള്ളത് പാകിസ്ഥാൻ. ഏത് തലത്തിലൊക്കെ നമ്മൾ ഇതിനെ വായിച്ചെടുക്കണം ഈ തുറന്നു പറച്ചിലിനെ? ഒടുവിൽ പാക് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അത്തരമൊരു പതിവ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല. കാരണം സാധാരണഗതിയിൽ വലിയ ആക്രമണങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് നിഷേധിക്കുന്നതാണ് പാകിസ്ഥാന്റെ പതിവ്. മുൻകാലങ്ങളിലും സമീപകാലത്തും ഇപ്പോൾ പാക് സൈന്യം പോലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പാക് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ സൈനികരെ അടക്കം അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് 9-ാം തീയതിയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുന്നത്. കാരണം 7-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ആരംഭിക്കുന്നത്. ഭീകര താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയുമൊക്കെ 9 ഭീകര താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. അതിന് മറുപടിയായി പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ നീക്കം ഇന്ത്യയുടെ സേനാ താവളങ്ങൾ ആക്രമിക്കാനായിരുന്നു. അത് ഇന്ത്യ പ്രതിരോധിച്ചു. പക്ഷേ അതിന് മറുപടി എന്നോണമാണ് ഇന്ത്യ പിന്നീട് പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങൾ ലക്ഷ്യം വെച്ചത്. ഏതായാലും ഇപ്പോൾ അക്കാര്യമാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് 9-ാം തീയതി പുലർച്ചെ 2:30 തനിക്ക് പാക് പട്ടാള മേധാവിയുടെ അസിം മുനീറിന്റെ ഫോൺ കോൾ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നൂർഖാൻ അടക്കമുള്ള വ്യോമസേനാ താവളങ്ങൾ ആക്രമിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നൂർഖാൻ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ വ്യോമസേനാ താവളമാണ്. അതായത് ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരം, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി സൈനിക ആസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന വ്യോമസേന താവളം. അങ്ങനെ തന്ത്രപ്രധാനമായ നൂർഖാൻ അടക്കമുള്ളവ ഇന്ത്യ ആക്രമിച്ചു, ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് തനിക്ക് വിവരം ലഭിച്ചു. അസിം മുനീർ തന്നെ ഇക്കാര്യം വിളിച്ചറിയിച്ചു എന്നാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് മുൻപ് ഉണ്ടാകുന്ന പതിവില്ല. അതാണിപ്പോൾ ഏതായാലും ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലെ രാജ്നാഥ് സിംഗ് ചില മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരുന്നു. അതായത് നിരീക്ഷണ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. ആ നിരീക്ഷണം ഇന്ത്യ തുടരും. നന്നാവുകയാണെങ്കിൽ ഇന്ത്യ അംഗീകരിക്കും, അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇതേ പ്രസംഗത്തിൽ തന്നെ ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയ കാര്യം 3 യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി. ആ യുദ്ധത്തിൽ നിന്ന് ഒരു നേട്ടവും 2 കൂട്ടർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് പാകിസ്ഥാൻ എന്ന പ്രതികരണം കൂടി ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഏതായാലും ഇന്ത്യയുടെ പ്രതിരോധം അത്രമേൽ ശക്തമായിരുന്നു. അത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് 600-ലധികം ഡ്രോണുകളാണ്, പ്രത്യേകിച്ച് വ്യോമസേന താവളങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നത്. അത് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഗുജറാത്ത് മുതൽ ഏതാണ്ട് രാജസ്ഥാൻ വരെയും കശ്മീർ വരെയും സമാനമായ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമസേനാ താവളങ്ങളും ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയായിരുന്നു. വിരലിലെണ്ണാവുന്ന ചുരുക്കം ഡ്രോണുകൾ മാത്രമാണ് അത്തരത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇന്ത്യ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചില വ്യോമസേനാ താവളങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ 600-ലധികം ഡ്രോണുകളാണ് ഉപയോഗിച്ചെന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
അട്ടാരി ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള നീക്കം ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചത്. പക്ഷേ ഇന്നലെ ആ അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നിരിക്കുകയാണ്. കാരണം ഏതാണ്ട് 150-ലധികം ട്രക്കുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ ഭാഗത്ത്. അത് ഭൂരിഭാഗവും അഫ്ഗാനിൽ നിന്ന് വന്ന ട്രക്കുകളായിരുന്നു, ഇന്ത്യയിലേക്ക് സാധനങ്ങളുമായി വന്ന ട്രക്കുകളായിരുന്നു. അപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് അഫ്ഗാൻ ഭരണകൂടത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അട്ടാരി ചെക്ക് പോസ്റ്റ് ഇപ്പോൾ തുറക്കാൻ ഇന്ത്യ തീരുമാനിച്ചതും ഇന്നലെ 8 ട്രക്കുകൾ കടത്തിവിടുകയും ചെയ്തു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരിലൊക്കെ തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് അഫ്ഗാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ അഫ്ഗാന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഏതായാലും ചെക്ക് പോസ്റ്റ് തുറക്കാനുള്ള നടപടിയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അതായത് ഈ സംഘർഷത്തിൽ തങ്ങൾക്കാണ് മേൽക്കൈ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ സൈബർ ഇടത്തിൽ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു നാശം സംഭവിച്ചാൽ, തകർച്ച സംഭവിച്ചാൽ അത് സമ്മതിച്ചു തരാത്ത പാകിസ്ഥാനാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ തുറന്ന് സമ്മതിക്കുന്നു എന്ന സംശയം സ്വാഭാവികമായും തോന്നുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഇന്ത്യയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു? ഭീകരവാദത്തിനെതിരെ മാത്രമാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ യഥാർത്ഥ ഭീകരവാദ മുഖം അത് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുവാൻ വേണ്ടി മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് ഒരു പര്യടനം തന്നെ ഇന്ത്യ ഇവിടുത്തെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിനിധി സംഘമൊക്കെ പ്രതിപക്ഷ കക്ഷികളെ ഒക്കെ ചേർത്തുകൊണ്ട് ആ സംഘമൊക്കെ രൂപീകരിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തങ്ങൾ തകർന്ന് നിൽക്കുകയാണ്, സാമ്പത്തികമായ അടിത്തറ പോലും ഇളകി നിൽക്കുകയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണോ ഈ തുറന്നു പറച്ചിൽ? അങ്ങനെ കൂടി നമ്മൾ ഇതിനെ മനസ്സിലാക്കണമോ? കാരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും പ്രതീക്ഷിക്കാത്ത നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അതിനെ വായിച്ചെടുക്കാം. കാരണം ഇന്ത്യയുടെ സമീപകാലത്തെ തിരിച്ചടിയെല്ലാം തന്നെ പാക് അധിനിവേശ കശ്മീരിൽ മാത്രമായിരുന്നു. പാകിസ്ഥാനിലേക്ക് 1971 ശേഷമാണ് അത്തരമൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതായത് എല്ലാ കാലത്തും, ഇപ്പോൾ ഉറിയ ആയിക്കോട്ടെ, അതിനുശേഷം പുൽവാമയ്ക്കുള്ള തിരിച്ചടി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി മാറ്റുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടത്. അതായത് ലഷ്കറിന്റെ താവളമായിക്കോട്ടെ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പാകിസ്ഥാനിലായിരുന്നു, പാക് പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. അപ്പോൾ ആ മേഖലകൾ, അവരുടെ ആസ്ഥാനങ്ങൾ കൂടി ഇന്ത്യ ലക്ഷ്യമിട്ടു. അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാവുന്ന അപ്പുറമായിരുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ ഇന്ത്യ ആവർത്തിച്ച കാര്യമാണ്, ഞങ്ങളെ എങ്ങനെ ആക്രമിക്കുന്നോ അതിന് അതേ രീതിയിലായിരിക്കും മറുപടി. കാരണം ഇന്ത്യ ഭീകര താവളങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്നായിരുന്നു. കാരണം ഇന്ത്യയിൽ അത്തരത്തിൽ ഭീകര താവളങ്ങളില്ല. സ്വാഭാവികമായും അതിന് തിരിച്ചടി എന്നോണമാണ് നൂർഖാൻ അടക്കം 11 വ്യോമസേന താവളങ്ങൾ, അതായത് സ്കർദു മുതൽ നൂർഖാൻ വരെയുള്ള 11 വ്യോമസേന താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത്തരമൊരു നീക്കം ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ, അതായത് വെടിനിർത്തലിന് തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് DGMO ചർച്ചയ്ക്ക് വരുന്നത്. ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയ കാര്യം, 2ാം തവണയും ഇത്തരത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചപ്പോഴാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇന്ത്യ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതുതന്നെയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തൽ വന്നത്. മാത്രവുമല്ല, ഇന്നലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യ ഈ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിൽ പോലും മുൻപെടുത്ത നിലപാടൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ചെക്ക് പോസ്റ്റുകൾ തുറക്കാൻ തയ്യാറായിട്ടില്ല. രണ്ടാമതായി സിന്ധു നദീജല കരാർ പിൻവലിക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അത്തരം കടുത്ത നിലപാട് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ വേണം ഷഹബാസ് ഷെരീഫിന്റെ ഈ വാക്കുകളെ വായിച്ചെടുക്കാൻ. ആരി